ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന കാഴ്ചകൾ ഹിൽ പാലസിലെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഹിൽ പാലസിൽ വന്ന് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി, 12 മണിയൊക്കെ ആയി. ശരിക്കും വരുവാണെങ്കിൽ കുറച്ചും കൂടി നേരത്തെ വരണം, 9 മണി. അതായത് ഭയങ്കര വെയിലാണ്. ഉച്ചയ്ക്ക് 1 മണി, 1, 2, 3 മണി ആ ടൈമിൽ നല്ല ചൂടാണല്ലോ. അപ്പോൾ നമ്മൾ ചെരുപ്പ് ഊരി ഉള്ളിലോട്ട് കടക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാലൊക്കെ നന്നായിട്ട് പൊള്ളും. ഇച്ചിരി നേരത്തെ നമ്മൾ ഇറങ്ങേണ്ടിയിരുന്നു. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇറങ്ങുവാണെങ്കിൽ ഒരു 12 മണിക്ക് ആകുമ്പോഴത്തേനും നമുക്ക് കണ്ടിറങ്ങാം. ഞങ്ങൾ ഇച്ചിരി ലേറ്റായി പോയി, 12 മണിയൊക്കെ ആയപ്പോഴത്തേനുമാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അതായത് ശനി ഞായറൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്. ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. അപ്പോൾ ഇവിടെ നല്ല നീണ്ട ക്യൂ തന്നെയായിരുന്നു വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അനിയനാണെങ്കിൽ അപ്പുവാണെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവൻ അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോകാം. ടിക്കറ്റ് എടുത്താലേ നമുക്ക് മുകളിലോട്ട് പോയി വെക്കാൻ പറ്റത്തുള്ളൂ വണ്ടി, അല്ലെങ്കിൽ നമ്മൾ താഴെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അപ്പു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഈ ഹിൽ പാലസ് കൊച്ചിയിൽ തൃപ്പൂണിത്തറ ഭാഗത്തായിട്ടാണ് ഈ ഹിൽ പാലസ് ഉള്ളത്. ഈ കൊച്ചി മഹാരാജാവിൻ്റെ അവരുടെയൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു കൊട്ടാരമാണിത്. ഒത്തിരിയേറെ ഏക്കറിൽ വിസ്തൃതമായിട്ടാണ് ഈ ഒരു കൊട്ടാരം, അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ എല്ലാം ഉള്ളത്. ഇതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് മാനുകളെ വളർത്തുന്ന ഒരു ഏരിയ തന്നെയുണ്ട്. അതെല്ലാം ഈ വീഡിയോയിനകത്തുണ്ട്, നിങ്ങൾക്ക് കാണാം. പിന്നെ ഇവിടെ ഈ ഹിൽ പാലസിൽ ഏറ്റവും ഫേമസ് ആയിട്ട് നമ്മൾ ഹിൽ പാലസ് അറിയപ്പെടുന്ന കൊച്ചി മഹാരാജാവ് അവരൊക്കെ താമസിച്ചിരുന്നത് എന്നാണ്. അതല്ലാതെ കൂടുതൽ ആൾക്കാർ അറിയപ്പെടുന്നത് ഇവിടെ ഒത്തിരിയധികം ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ടതായിട്ടും മണിച്ചിത്രത്താഴിൻ്റെ കുറച്ച് പോർഷൻസ്, അതുപോലെ തന്നെ മൂന്നാം മുറ, പിന്നെ കുറേ ഫിലിമിൻ്റെയൊക്കെ ഷൂട്ട് നടന്നിട്ടുണ്ട്. എനിക്ക് ഇത് രണ്ടുമാണ് മെയിനായിട്ട് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അപ്പം ഇവിടെ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ആ വിഷ്വൽസ് കാണുമ്പോൾ മനസ്സിലാകും നമ്മൾ ഫിലിമിലുള്ള കുറേയേറെ പോർഷൻസ് ഉണ്ട്. അപ്പോൾ ആ പോർഷൻസൊക്കെയാണ് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് ഫ്രണ്ടിൽ ആദ്യം തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടേക്കുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് അതൊന്ന് മനസ്സിലാകാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ടിക്കറ്റെല്ലാം കിട്ടി, നമ്മൾ മുന്നോട്ട് പോകണം. മുകളിലോട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്, കാരണം അത്രയധികം വിസിറ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴെ ടിക്കറ്റ് എടുത്താലും താഴെ പാർക്ക് ചെയ്യാൻ അതായത് മണിക്കൂറുകൾ ഇങ്ങനെ കൂടി വരുന്നതനുസരിച്ച് ആൾക്കാരുടെ എണ്ണം കൂടും, വണ്ടികളുടെ എണ്ണം കൂടും. അത് കാരണം മാക്സിമം വണ്ടികൾ, ആദ്യം വരുന്ന വണ്ടികൾ മുകളിലോട്ട് പാർക്ക് ചെയ്യാൻ പൊക്കോളാൻ നമ്മളെ പറഞ്ഞു വിടും. അപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ മുകളിലോട്ട് വഴിയുണ്ട്, ടാറിട്ട റോഡാണ്. അതായത് നമ്മുടെ കൊട്ടാരത്തിലോട്ട് പോകുന്ന റോഡിൽ കൂടെ തന്നെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് താഴെ വരെയുള്ള ഈ റോഡ് സൈഡുകളിൽ വണ്ടി ഇടാനുള്ള പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇതിപ്പോൾ ഒരു സമ്മർ സീസൺ ആയത് കാരണം ഈ ഒരു സമയത്തൊക്കെ നമുക്കിവിടെ കാണാൻ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കത്തിക്കരിഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ചൂടാണ്. 2 ബോട്ടിൽ വെള്ളം ഞങ്ങൾ കൊണ്ട്, പിന്നെ നമുക്ക് കുടിക്കാൻ വെള്ളമൊക്കെ അവിടെ സൗകര്യമുണ്ട് കേട്ടോ. നല്ല തണുത്ത വെള്ളം ഉള്ള ടാപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും അവിടെ വരില്ല. ബോട്ടിലുമായിട്ട് നമ്മൾ പോകണം. അതുപോലെ സ്പെഷ്യലി ഈ സമ്മർ സീസണിലൊക്കെ ആകുമ്പോൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ ബോട്ടിൽ കരുതണം. പിന്നെ ഇവിടെ ഒരു എന്താ പറയുക, നമുക്കൊരു ആശ്വാസത്തിനായിട്ട് വെള്ളമൊക്കെ എവിടെ പോയിട്ടുണ്ടെങ്കിൽ ഏത് മുക്കിലും മൂലയും അവർ ടാപ്പ്, നല്ല കോൾഡ് വാട്ടറിൻ്റെ എല്ലാം അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഉള്ളത് മെയിനായിട്ട് എൻ്റെ കാല്, ശരിക്കും പറഞ്ഞ കാലിൻ്റെ താഴ്ഭാഗമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ വെറുതെ ഞാൻ തോന്നും, പക്ഷേ നല്ല ചൂടായിരുന്നു. പിന്നെ ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ പ്രത്യേകത ഉണ്ടാവുമല്ലോ. എനിക്ക് ഭയങ്കര സെൻസിറ്റീവായിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് കാല് വെച്ചിട്ട് ഭയങ്കര വേദനയായിരുന്നു, നടക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് അതെന്നാന്ന് ചോദിച്ചാൽ കല്ലാണ് പാകിയിരിക്കുന്നത്. അപ്പോൾ വെയിലടിച്ച് കല്ല് ചൂടായി കഴിഞ്ഞപ്പോൾ ശരിക്കും കത്തി നിൽക്കുന്ന അവസ്ഥയായിരുന്നു. അത് കാരണം നമ്മൾ നടക്കുമ്പോൾ കാല് നന്നായിട്ട് പൊള്ളിപ്പോകുന്നു. പെട്ടെന്ന് എനിക്ക് കല്ലിക്കൂടെ നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ മണ്ണിലോട്ട് എടുത്ത് ചാടുകയാണ് ചെയ്തത്. അപ്പം മണ്ണിൽ ചവിട്ടുന്നതും ഈ കല്ല് ചവിട്ടുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. മണ്ണിൽ പിന്നെ കുറച്ചും കൂടെ ഒരു ചെറിയ ലൈറ്റ് എന്നല്ല, ഒരു കല്ല് ചവിട്ടിനേക്കാളും കുറച്ചും കൂടെ ചൂട് കുറവുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് മണ്ണിലോട്ട് ചാടിയിട്ട് പിന്നെ എങ്ങനെയോ നടന്ന് തണലത്തോട്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ ചെരുപ്പെടുക്കാൻ പോയപ്പോൾ ഒന്നും ഞാൻ ആ ഭാഗത്തോട്ട് പോയിട്ടേ ഇല്ല. പിന്നെ ചായനും അപ്പവും പോയിട്ടാണ് ചെരുപ്പെടുക്കാൻ പോയത്. കാരണം പിന്നീട് എനിക്ക് നടക്കുമ്പോൾ പോലും കാലിൻ്റെ താഴ്ഭാഗത്ത്, അതായത് പത്തിയുടെയൊക്കെ ഭാഗത്തായിട്ട് എനിക്ക് ഭയങ്കര പെയിൻ ഫീൽ ചെയ്തു. അപ്പം നിങ്ങളും സൂക്ഷിക്കുക കേട്ടോ. ചെറിയ കുട്ടികളൊന്നും ഒരു കാരണവശാലും അതിലേക്കൂടെ നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യരുത്.
പിന്നെ ഇതേപോലെ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ചെരുപ്പ് വേറെ ആരുടെയെങ്കിലും ഏൽപ്പിച്ച് കൊടുത്തിട്ട് നിങ്ങൾ അങ്ങോട്ട് നടന്നു പോകാനൊക്കെ നോക്കാം. ഈ ഒരു സീസണായിട്ടോ കേട്ടോ, ഇവിടെ ഭയങ്കര ചൂടാണ്, പ്രത്യേകിച്ച് ഈ എറണാകുളത്ത് നല്ല ചൂടാണ്. പിന്നെ നല്ല ഈ ഒരു വേനൽക്കാലമാണെങ്കിലും അവിടെയുള്ള ആൾക്കാർ, ഈ കൊട്ടാരമൊക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ നല്ല നല്ല മനോഹരമായിട്ടാണ് ചെടികളും എല്ലാം നോക്കി നടത്തുന്നത്. അതുകൊണ്ട് നല്ല മനോഹരമായ കാഴ്ചകളാണ്. പിന്നെ ഇവിടെ ടിക്കറ്റ് അഡൽറ്റിന് 35 ആണ് ടിക്കറ്റ്. പിന്നെ വലിയ വണ്ടികളുണ്ടാവുമല്ലോ, ടെമ്പോ അതുപോലെ ബസ് അങ്ങനെയൊക്കെ ഉള്ളതിന് 50, പിന്നെ ചെറിയ കാറ് പോലെയുള്ള വണ്ടികൾക്ക് 30, പിന്നെ 2 വീലേഴ്സിനൊക്കെ 10. അങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കും. പിന്നെ ക്യാമറയ്ക്ക് എനിക്ക് തോന്നുന്നു 30 അങ്ങനെ എന്തോ സംതിങ് ആണ്. അപ്പോൾ അത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ, ഈവൻ മൊബൈൽ ക്യാമറയ്ക്കാണെങ്കിൽ പോലും ഉണ്ട്. പിന്നെ ഉള്ളിലോട്ടൊക്കെ കയറുമ്പം പ്രധാനപ്പെട്ട ഏരിയകളിൽ മൊബൈൽ ക്യാമറയ്ക്ക് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല, ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ മാത്രമേ സമ്മതിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെ വീഡിയോസൊന്നും നമുക്ക് അങ്ങനെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. അത് കാരണം പിന്നെ ഈ ഒരു ടൈമാണ് ഞങ്ങൾ പെട്ടെന്ന് കണ്ടിറങ്ങുമായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ട ആ വ്യൂ ഇല്ലേ, ആ ബിൽഡിങ്ങിലാണ് 3-ാം മുറിയുടെയൊക്കെ ഷൂട്ട് നടന്നത്. മോഹൻലാലൊക്കെ ഇങ്ങനെ റോപ്പൊക്കെ ഇട്ടിട്ട് കയറുന്ന ആ സീനൊക്കെ ഈ ഒരു ബിൽഡിങ്ങിലാട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്ന ബിൽഡിങ്ങിലാണ് 3-ാം മുറിയുടെയൊക്കെ. പിന്നെ ഇവിടെ തന്നെ 3-ാം മുറിയുടെ അവരൊരു കേവിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരുന്നൊരു വിഷ്വലുണ്ടല്ലോ, അതും ഇവിടെ തന്നെയാണ് ഉള്ളത്. പക്ഷേ അതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും അപകടം ഉണ്ടായിരുന്നത് കൊണ്ടാവാം മേ ബി. ഇപ്പം അങ്ങോട്ടുള്ള ഇതില്ല, ഞങ്ങൾ അന്വേഷിച്ചു, പക്ഷേ കാണാൻ പറ്റിയില്ല അത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ. ഉള്ളിൽ കയറിയിട്ട് ഒത്തിരി ഉണ്ട് കേട്ടോ. ഞാൻ ഈ കാണിക്കുന്ന വീഡിയോസ് മാത്രമൊന്നുമല്ല, ഒത്തിരി അധികം ഉള്ളിൽ കൂടെ നടന്ന് പോയി കാണാനുള്ളതുണ്ട്. ഞങ്ങൾ ആദ്യത്തെ ബിൽഡിങ്ങിൽ കയറിയിട്ട് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. ഉള്ളിൽ കയറിയപ്പം അവിടെ ഇരിക്കുന്ന ചേച്ചി പറഞ്ഞു, ഇപ്പം ഫുഡിൻ്റെ ടൈമാണ്, അതായത് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമാണ്, അത് കാരണം ഇനി 2 മണിക്ക് ഓപ്പൺ ആകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ അതായത് നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കയറി കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ എന്നാൽ പിന്നെ ഫസ്റ്റ് കണ്ട് തീർക്കാമെന്ന് വിചാരിച്ച് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു ബിൽഡിങ്ങിലോട്ട് കയറി. ഇവിടെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന കൊത്തുപണികൾ, അങ്ങനത്തെ ചെറിയ ചെറിയ എന്താ പറയുക രൂപങ്ങൾ കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുന്നത് സൂക്ഷിച്ചിരിക്കുന്ന ഒരു റൂമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ അത് കണ്ടു. ഒത്തിരിയധികം വർഷത്തെ പഴക്കമുള്ളതാണ് കേട്ടോ. പണ്ട് അവരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ചെയ്തു വെച്ചിരുന്ന കല്ലുകളൊക്കെ അവർ നഷ്ടപ്പെടാതെ ഇങ്ങനെ ഒരു വീടിനകത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 മണി വരെയുള്ള സമയത്ത് ഞങ്ങളിതിന് പുറമേയുള്ള കുറേ കാര്യങ്ങളെല്ലാം കണ്ടു തീർത്തു. ഇതിപ്പം നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള പുറമേയുള്ള ചെറിയ വ്യൂ ആണ് കേട്ടോ. നിങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മണിച്ചിത്രത്താഴിൻ്റെ ചെറിയ പോർഷൻസൊക്കെ, അതായത് ആ ഫിലിമിലുള്ള ചില ഏരിയസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇങ്ങനെ ഒരു വിഷ്വൽസൊക്കെ പോകും ഇങ്ങനെ കാണുമ്പോൾ. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീന് ഇന്ന സ്ഥലത്തു നിന്നാണല്ലോ ഷൂട്ട് ചെയ്തതെന്നൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിലോട്ട് വരും. അപ്പം ഞങ്ങൾ താഴോട്ട് പോവാണ്. ഇനി നമ്മൾ പോകുന്നത് താഴെ എന്താ പറയുക, ഇവിടെ പണ്ട് കാലത്തുണ്ടായിരുന്ന കുളിക്കടവ് എന്നൊക്കെ പറയുകയില്ലേ, അവിടെയൊക്കെ അവിടെ കാണാൻ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി മാനുകളെ അവർ വളർത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കൂടെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഇവിടെ ഡാൻസേഴ്സിനൊക്കെ അതായത് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനല്ല, പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയൊക്കെയുള്ള നല്ല പ്ലേസസ് ഉണ്ട്. അതായത് നമ്മുടെ അമ്പലത്തിൻ്റെ സ്റ്റൈലുള്ള കൊത്തുപണികളുള്ള, അല്ലെങ്കിൽ നമ്മൾ ഈ ഫിലിമിലോ മണിച്ചിത്രത്താഴിൻ്റെ പല സീനുകളിലുള്ള നല്ല എന്താ പറയുക പണ്ടത്തെ നാലുകെട്ടിൻ്റെ ഒരു സ്റ്റൈലുള്ള കുറേയേറെ ഏരിയകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിന്നിട്ട് നമുക്ക് ഡാൻസേഴ്സിനൊക്കെ നന്നായിട്ട് ഡാൻസ് പെർഫോം ചെയ്യാനും വീഡിയോസൊക്കെ എടുക്കാനുള്ള സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങൾ ഇപ്രാവശ്യം വന്നപ്പോൾ ഒരു 3 ഗ്രൂപ്പിനെ കണ്ടു ഇതുപോലെ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പം അതിനൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് കേട്ടോ. ഒത്തിരിയധികം ഡാൻസ് നന്നായിട്ട് അറിയാവുന്ന, നന്നായിട്ട് ഡാൻസേഴ്സിനൊക്കെ ഇവിടുന്ന് വീഡിയോസൊക്കെ എടുക്കുവാണെങ്കിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട്, നല്ല സീനുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ഞങ്ങൾ മാനിനെ വളർത്തുന്ന മാനൊക്കെയുള്ള ആ ഏരിയയിലോട്ട് വന്നു. അപ്പോൾ ഞങ്ങളവിടെ വന്നപ്പോഴത്തേനും ഒരു മാൻ പതുക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന് കുറേ നേരം അവിടെ തന്നെ ഞങ്ങളുടെ അടുത്ത് നിന്നു. അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്.
മാന് കുറേ നേരം ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ശരിക്കും ചിലപ്പോൾ നമ്മൾ കുറേയധികം ഈ മാനുകളെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ആ സാഹചര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ കുറേ ഇരുന്ന് ചിന്തിച്ചു പോകും. കാരണം അവിടെ പുല്ല് കിടക്കുന്നതോ അല്ലെങ്കിൽ വെള്ളം കിടക്കുന്നതോ നമുക്ക് കാണാൻ പോലും കഴിയുന്നില്ല. ഇനിയിപ്പോൾ ഉള്ളിൽ ചെറിയൊരു റൂം പോലെയുണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിലാണോ വെള്ളവും പുല്ലും ഇട്ട് കൊടുക്കുന്നത്? മേ ബി അങ്ങനെ ആയിരിക്കാം. എന്നാലും നമ്മൾ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാനുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പം അവർക്ക് ചുറ്റും പുല്ലുകളുണ്ടാവണം, വെള്ളം ഉണ്ടാവണം എന്നല്ലേ. അപ്പം ഇവരെല്ലാം ഇങ്ങനെ പറയുക ഇങ്ങനെ വിജനമായിട്ട് കിടക്കണം, ഒരു പുല്ലിൻ്റെ ഒരു ഇല പോലും അവിടെ ഇല്ല. അപ്പം ഇവരെല്ലാം നമ്മളവിടെ വന്ന് നിൽക്കുമ്പോഴത്തേനും മാനുകൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ കൈ ഒന്ന് നീട്ടുമ്പോഴത്തേനും കൈയൊക്കെ വന്ന് മണത്ത് നോക്കുന്നു. കുറേ നേരം പേടിയൊന്നുമില്ല, നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങനെ വന്ന് നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ചിലപ്പം അവർ കൊടുക്കുന്നുണ്ടാവാം, പക്ഷേ നമുക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു വിഷമം തോന്നി, ഇനി വിശന്നിട്ടാണോ ദാഹിച്ചിട്ടാണോ, അതുപോലെ ചൂടുമല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം അതുങ്ങളുടെ അടുത്ത് നമ്മുടെ അടുത്തുനിന്ന് പോകുന്നില്ല, ഞങ്ങൾക്കും അവിടെ നിന്ന് പോകാൻ തോന്നിയില്ല. ഇച്ചാൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ അവിടെ ഇച്ചാനാണ് ഫസ്റ്റ് ചെന്ന് നിന്നത്. അപ്പോഴത്തേനും ഇച്ചാൻ്റെ അടുത്ത് വന്നിട്ടൊരു കുറേ നേരം ഇങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുത്ത് നിന്നു. കുറേ നേരം പേടിയൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്കൊരു സംശയം, ദാഹിച്ചിട്ടാണോ അല്ലെങ്കിൽ വിശന്നിട്ടാണോ അല്ല പുല്ലൊക്കെ ഇത് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. ശരിക്കും നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അവിടെ നിൽക്കുന്ന കുറേ പേര് ഐസ്ക്രീം അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. സാധാരണ അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഇവർക്കൊക്കെ ഏതാ ഭക്ഷണം, അതായത് നമ്മൾ കഴിക്കുന്ന പോലെ ഇങ്ങനെയുള്ള സാധനങ്ങൾ പിടിക്കുമെന്ന് നമുക്കറിയത്തില്ല, വല്ല അസുഖമായി മാറുമോ എന്നൊക്കെ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ കൊടുക്കരുതെന്നൊക്കെ. പക്ഷേ ഒത്തിരി ആൾക്കാർ ഇതുപോലെ ഐസ്ക്രീമിൻ്റെ ആ ബാഗ്സുകൾ കോണൊക്കെ ഇല്ലേ, അതൊക്കെ വെറുതെ മേടിച്ചിട്ട് മാനുകൾക്കൊക്കെ കുറേശ്ശെ ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടു. അപ്പം നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ അവർക്കും ആ ഫീലിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ദാഹിച്ചിട്ടോ അല്ലെങ്കിൽ വിശന്നിട്ടോ ആണോ നമ്മുടെ അടുത്ത് വന്നിങ്ങനെ അനങ്ങാതെ കുറേ നേരം നിൽക്കും. നമ്മൾ കൈ നീട്ടുമ്പോൾ നമ്മുടെ കൈകളിലും മുഖത്തൊക്കെ നോക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞങ്ങൾ അവിടെ കുറേ നേരം ആ മാനിൻ്റെ ഞങ്ങളുടെ അടുത്ത് നിന്ന് പോകുന്നോടം വരെയും ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല ചൂടായിരുന്നു, അവിടെ നല്ലൊരു ഐസ്ക്രീം കഴിച്ചു. നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഐസ്ക്രീം, അത് സെയിം ടേസ്റ്റിൽ നല്ലൊരു ഐസ്ക്രീം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എന്താ പറയുക, നമ്മൾ കുളിക്കടവെന്നാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പറയുന്നത്. എനിക്കറിയത്തില്ല ഇവർ ഈ ഒരു എന്താ പറയുക വേറെ എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പറയുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം അവിടെ വന്നിട്ട് 3 എണ്ണം ഉണ്ട്, 3 കുളിക്കടവുണ്ട് കേട്ടോ. ഒന്നിൽ കുറച്ച് ചിത്രപ്പണികളൊക്കെ ഉണ്ട് ഭിത്തിയിൽ. എനിക്ക് തോന്നുന്നു രാജാവ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതായിരിക്കും സെൻട്രൽ പോർഷനിലുള്ള കുളിക്കടവ്. പിന്നെ റൈറ്റിലും ലെഫ്റ്റിലും വേറെ ചെറിയ കുളിക്കടവുണ്ട്. അത് ചിലപ്പം അവരെന്തെങ്കിലും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇന്ന ആൾക്കാരെ ഇന്ന സ്ഥലത്താണ് വരേണ്ടത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതിനു മുൻപ് ഞങ്ങൾ വന്ന സമയത്ത് അവിടെ ഒരു എന്താ പറയുക, ആ ഭാഗത്തോട്ട് പോകാൻ പോലും അനുവാദമില്ലായിരുന്നു. ഭയങ്കര മോശപ്പെട്ട നിലയിലായിരുന്നു അവിടെ കിടന്നത്. പക്ഷേ ഇപ്പം അതെല്ലാം പുതുക്കി കുറച്ചും കൂടെ എന്താ പറയുക, അവിടെ ഗ്രില്ലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങി പോകാനൊന്നും പറ്റില്ല. പണ്ടൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങാനുള്ള അതുവരെ ഓപ്പൺ ആയിട്ടായിരുന്നു കിടന്നത്. പിന്നീട് എന്തെങ്കിലും അപകടം വന്നതുകൊണ്ടാവാം അതിപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട്, നമുക്ക് താഴോട്ട് ഇറങ്ങിയൊന്നും പോകാൻ പറ്റത്തില്ല. പക്ഷേ അത്രയും അതിൻ്റെ പുറത്ത് നിന്നിട്ട് നമുക്ക് കാണാനൊക്കെയുള്ള സൗകര്യമുണ്ട്. നേരത്തെ വന്നപ്പോൾ അത്രയും പോലും സൗകര്യമില്ലായിരുന്നു, ഞങ്ങൾ കാണാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഈ ഒരു ഭാഗം മാത്രമേ കണ്ടുള്ളൂ. അപ്പം നമ്മൾ ഉള്ളിൽ നിന്ന് കണ്ടതിൻ്റെ പുറമേ ഉള്ള വ്യൂ ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പം അതിനകത്ത് തന്നെ 3 കുളിക്കടവായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെൻട്രലിലുള്ളതായിരിക്കാം രാജാവ് അങ്ങനെയുള്ളവർക്ക്. കാരണം അതിൻ്റെ ഭിത്തികളിൽ കുറച്ചും കൂടെ ചിത്രപ്പണികളൊക്കെ ഉള്ളത് കാരണം ആ ഒരു സ്റ്റാൻഡേർഡ് അവിടെ കാണുന്നത് കൊണ്ട് മേ ബി ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ചിത്രപ്പണികളില്ലേ, ഇതാണ് ഇതിൻ്റെ സെൻട്രലിലുള്ള കുളിക്കടവ്. അപ്പം അതായിരിക്കാം രാജാവിനും രാജകുടുംബാംഗങ്ങൾക്കും ഉള്ളത്. പിന്നെ ഇപ്പുറത്തെയൊക്കെ ഉള്ളത് ഇതുപോലെ എന്തെങ്കിലും വേറെ ആരെങ്കിലും കാറ്റഗറൈസ് ചെയ്ത ഏതെങ്കിലും രീതിയിൽ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയായിരിക്കാം അതുള്ളതെന്ന് തോന്നുന്നു. അപ്പം 3 എണ്ണമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ജെൻസിന് അതുപോലെ തന്നെ അതായത് ലേഡീസിന് എന്നുള്ള രീതിയിലും ചെയ്തിട്ടുണ്ടാവാം. മറയൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത രീതിയിലാണത് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ. 4 കെട്ടെന്ന് പറഞ്ഞ് 4 കെട്ട് രീതിയിലുള്ള വീട്, ഇതുപോലെയുള്ള കുളിക്കടവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലൊരു എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാഴ്ചയല്ലേ. അപ്പം അങ്ങനെ ഇവിടെ ഞങ്ങളതെല്ലാം കണ്ടു. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ മുന്നോട്ട് നടന്ന് വരുമ്പോൾ ഉള്ള ഒരു പാത്ത് വേ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ലോങ് ആയിട്ട് മുകളിലോട്ട് വരെയുണ്ട്.
അപ്പോൾ ഇതിൽ നമ്മൾ മണിച്ചിത്രത്താഴിൻ്റെ സോങ്ങുകൾ ഒന്നോ രണ്ടോ സോങ് എല്ലാം ഈ ഒരു വഴി കൂടെ നടന്ന് നീങ്ങുന്ന, മോഹൻലാൽ നടന്ന് നീങ്ങുന്ന സോങ്ങുകളൊക്കെ ഉണ്ട്, അല്ല ആ സീനൊക്കെയുള്ള സോങ്ങുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സീനൊക്കെ കാണുമ്പം. ഇങ്ങനെ നീണ്ടു നിവർന്ന് മുകളിലോട്ട് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നടന്ന് നമ്മൾ ഈ ചൂടത്തോട് നടക്കുമ്പോൾ ഇതിലേക്കൂടെ നടക്കുമ്പോൾ നല്ലൊരു ആശ്വാസമുണ്ട്, നല്ലൊരു കൂളിംഗാണ്. പണ്ടത്തെ രീതിയിലുള്ള ഒരു വാസ്തു സ്റ്റൈലല്ലേ നിർമ്മിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കാറ്റ് കയറി ഇറങ്ങി പോകാനുള്ള എല്ലാ വാസ്തു രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു കൂളിംഗാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്കൂടെ ഇങ്ങനെ നടന്ന് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഏകദേശം 2 മണി അടുക്കാറായിട്ടുണ്ട്. ഏകദേശം ഔട്ട് സൈഡിലുള്ള ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു കാര്യം മിസ് ചെയ്തിട്ടുള്ളൂ, ആ കേവ്, ചെറിയൊരു ഗുഹ പോലെയുള്ള ഒരു ഏരിയ കൂടെയുണ്ട്, അത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അതും നമ്മൾ ആ 3-ാം മുറ ഫിലിമിനകത്തുള്ളതാണ്, പക്ഷേ അത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഏകദേശം 2 മണി അടുത്തപ്പോഴത്തേനും ഞങ്ങൾ ഏകദേശം ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് മുകളിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം നമ്മൾ നടന്ന് നീങ്ങി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ മുകളിലെത്തും. പിന്നെ വേറൊരു സൈഡിലായിട്ട് പണ്ട് ഈ ഫിലിമിൽ തന്നെയുള്ള ഡാൻസ് പെർഫോം ചെയ്ത ഒരു ഡാൻസേഴ്സിൻ്റെ ഒരു ഏരിയ എന്നൊക്കെയാണ് അറിയപ്പെടുന്നതെന്ന് തോന്നുന്നു ഈ ഒരു ഇവിടെ കണ്ട ഒത്തിരി പേർക്ക് ഇരിക്കാനുള്ളൊരു സ്റ്റേജ് പോലെയുണ്ട്, ഒത്തിരി തട്ടുകളായിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നിരന്ന് എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ബാക്കിയുള്ള പോർഷനിൽ ഡാൻസേഴ്സിന് പെർഫോം ചെയ്യുന്ന ഏരിയ ആയിരിക്കാം എന്ന് തോന്നുന്നു. അവിടെ ബോർഡൊന്നും വെച്ചിട്ടില്ല നമ്മൾ. പിന്നെ ഫിലിമിൽ ഷൂട്ട് ചെയ്തപ്പോഴത്തെ അതെല്ലാം കാണുമ്പോൾ നമ്മളങ്ങ് ഊഹിച്ചെടുക്കുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം കേട്ടോ ആ ഏരിയ എന്തിനുള്ളതായിരുന്നു എന്ന്. ചിലപ്പോൾ വാമൊഴിയായിട്ട് ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും ആ ഒരു സ്പേസ് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നതാണെന്ന്. എനിക്കറിയത്തില്ല, ഞങ്ങൾ ഊഹിച്ച് ഇരിക്കുന്നത് അതിനു വേണ്ടി ആയിരിക്കാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ 2 മണി ആയപ്പോഴത്തേനും നമ്മൾ വീണ്ടും ചെരുപ്പ് കൊണ്ട് വെച്ച് ഉള്ളിലോട്ട് കയറി. അപ്പം ഇത് ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ എൻട്രൻസ് കയറി വരുന്ന ആ ബിൽഡിങ്ങാണ്. ഇവിടെ നിന്നാണ് കാഴ്ചകൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പം നിങ്ങൾ കണ്ട വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള പുറമേ, അതായത് ഹിൽ പാലസിൻ്റെ ഔട്ട് സൈഡ് ഇത്രയും ഹൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. പിന്നെ ഇപ്പം നമ്മൾ കാണുന്നത് അന്നുണ്ടായിരുന്ന മഹാരാജാവ് ഇരുന്ന ചെയറുകൾ, പിന്നെ മന്ത്രിസഭ കൂടുമ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരിരിക്കുന്ന ചെയറുകൾ, കാര്യങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാനോ ഒന്നും പെർമിഷൻ ഇല്ല. അത് കാരണം ഞാൻ ഉള്ളിലോട്ട് കയറിയുമില്ല, പുറത്ത് നിന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ക്ലിപ്പ് എടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ ഈ വഴി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലായിരിക്കുമല്ലോ അല്ലേ. മണിച്ചിത്രത്താഴ് ഫിലിമിൽ ശോഭനയുടെ ചെറുപ്പകാലം കാണിക്കുന്ന ഒരു സോങ് ഉണ്ടല്ലോ, ആ സോങ്ങിൻ്റെ കുറച്ച് പോർഷൻസൊക്കെ കാണിക്കുമ്പോൾ ഈ വഴികളൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒറ്റത്തടിയിൽ തീർത്ത ഒരു ആനയുടെ സ്റ്റാച്ചു ആണ് കേട്ടോ. ഫുൾ ആനയില്ല, ഒരു ഫ്രണ്ട് പോർഷൻ മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു സ്റ്റാച്ചു ആയിട്ട് തോന്നും, പക്ഷേ ബാക്ക് സൈഡിലോട്ട് പോകുമ്പോൾ ഉള്ളിൽ ഒരു വലിയ അറയാണുള്ളത്. അപ്പം നമ്മൾ ബാക്ക് തുറന്ന് ഉള്ളിൽ കയറിയിരിക്കുക, ഒരാൾക്ക് കയറിയിരിക്കാനുള്ള അത്രയും വലുപ്പമുണ്ട്. അപ്പം എന്തെങ്കിലും യുദ്ധമോ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് ഇത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി നമുക്കല്ല രാജാക്കന്മാർക്ക് അവർക്കൊക്കെ ഒളിച്ചിരിക്കാനുള്ള ആ ഒരു പർപ്പസിന് വേണ്ടി കൂടിയാണ് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, അതിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും നമുക്ക് കാണാം. പക്ഷേ അവരത് വെക്കുമ്പോൾ ഏതെങ്കിലും ഭിത്തിയോട് ചേർത്തായിരിക്കും വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് മാത്രമേ കാണുള്ളൂ, അതിൻ്റെ ഉള്ളിൽ ഒരാൾ ഇരിക്കുന്നുണ്ടെന്ന് ആർക്കും മനസ്സിലാകത്തില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ എല്ലാ കാഴ്ചകൾ കണ്ട് കിടക്കുമ്പം ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന 2 പേരെ കണ്ടു. മാമിൻ്റെ പേര് ബുഷോ അങ്ങനെ കണ്ടാണ്. അതുപോലെ അവരുടെ ഹസ്ബൻഡിൻ്റെ പേര് വിക് എന്നാണ്. ഞങ്ങൾ അവരെ കണ്ടപ്പം ജസ്റ്റ് സംസാരിച്ചു. അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് വളരെ സ്വീറ്റായിട്ട് നൈസായിട്ടുള്ള പീപ്പിളാണ് കേരളത്തിലുള്ളത് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പം അതിനുശേഷം ഞങ്ങൾ വീണ്ടും കണ്ട് മുന്നോട്ട് പോയി. അപ്പം ഇവിടെ പണ്ടത്തെ ലിഫ്റ്റാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ആ ലിഫ്റ്റിന് വേണ്ടി പണി കഴിപ്പിച്ച അതിൻ്റെ സ്ട്രക്ചറാണത്, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പണ്ട് കാലത്തെ വീടുകളിലെല്ലാം ഇതുപോലത്തെ മച്ചുണ്ടാവും. മച്ചെന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്കിപ്പം നമ്മുടെ കെട്ടിടങ്ങളെല്ലാം സിമെൻറ്റ് കൊണ്ടുള്ള വാർക്കയാണ് കാണാൻ കഴിയുന്നത്. അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ മച്ച് പോലെ ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ഒരു ഫസ്റ്റ് ഫ്ലോറും കൂടെ ഉണ്ടാവും. അപ്പം എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചത്. ഇപ്പോഴും ആ തടികൾക്ക് ഒരു കേടുപാട് പോലും, ഒരു കുത്തലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ആ തടികളൊക്കെ എപ്പോഴും ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് നീങ്ങിയപ്പം ഒരു മ്യൂസിക് ബോക്സ് കണ്ടു. ഇത് എവിടുന്നോ പുറത്തുനിന്ന് വന്ന മ്യൂസിക് ബോക്സാണ് കേട്ടോ.
അതിനകത്ത് എഴുതിയിട്ടിരിക്കുന്നത് ഇതിനകത്ത് ഒരു 16 ഡാൻസിങ് ഡോൾസ് ഒക്കെ ഉണ്ട്. ഇപ്പം മ്യൂസിക് മാറുന്നതനുസരിച്ച് ഈ ഡോൾസ്, അതായത് പാവകൾ ഡാൻസ് ചെയ്യുന്ന കാണാൻ കഴിയും. ഇതൊരു അലമാരയുടെ സ്ട്രക്ചറിൽ വലിയൊരു ബോക്സ് ആയിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ലണ്ടനിൽ 1862 ആ കാലഘട്ടത്തിൽ ഇതൊരു സമ്മാനം അർഹമായ ഒരു ബോക്സ് കൂടി, മ്യൂസിക് ബോക്സാണ്. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ രാജാക്കന്മാർ ഇവിടെ കൊണ്ടുവന്ന ബോക്സാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടുമാറിയ സ്റ്റാച്യു ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അതായത് മണിച്ചിത്രത്താഴിനകത്ത് കുതിരവട്ടം പപ്പുവും അതുപോലെ ഗണേഷ് കുമാറും കീയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതും ഒരു പ്രേതബാധ സംതിങ് അവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു സീനുള്ള ഏരിയയാണ് നമ്മളാ കണ്ടത്. ഒരു സ്റ്റാച്യു ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ, അതായത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരു കാഴ്ചകളാണ് കേട്ടോ. പുറത്തുനിന്ന് നോക്കുമ്പം നല്ല നല്ല മോഡലിലുള്ള ബിൽഡിംഗ് സ്ട്രക്ചർ, അതുപോലെ തന്നെ പുറത്താണെങ്കിൽ ഒത്തിരിയധികം പൂച്ചെടികൾ, ചെറിയ ചെറിയ സ്റ്റാച്യൂസ്, വാട്ടർ ഫൗണ്ടെയിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്, നല്ലൊരു എന്താ പറയുക, ശരിക്കും നമുക്ക് ആ ഫിലിമിൻ്റെ ഇതുമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ പഴയ ഫിലിമിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിക് ഫീല് നമുക്ക് കിട്ടും. അപ്പം ഇതിലൂടെയൊക്കെ എന്താ പറയുക, നടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള ആ ബിൽഡിങ്ങിൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഒത്തിരി അധികം ആൾക്കാർ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഒത്തിരി എന്താ പറയുക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉള്ളതുകൊണ്ട് അതിലൊക്കെ ഒത്തിരിയധികം ആൾക്കാർക്ക് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും ഒത്തിരിയധികം ആൾക്കാർ റീൽസ് എടുക്കുന്നതൊക്കെ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പം നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഒരു ഡേ ആയിരുന്നു ഇന്ന്. ഇവിടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു നല്ലൊരു മാവുണ്ട്, അതിൽ മുഴുവൻ ഇത്തിൽക്കണ്ണിയൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഈ മാവിൻ്റെ മുകളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ അപ്പോൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ഇങ്ങനെ അവിടുത്തെ ഷൂട്ട് ചെയ്യാണ്. കണ്ടോ ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ എന്ത് മനോഹരമായിട്ടല്ലേ അവർ പണിതിരിക്കുന്നതും എത്ര വർഷങ്ങൾക്കപ്പുറമാണ് അവരത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മാവ് ഇങ്ങനെ എന്താ പറയുക, എല്ലാ മരങ്ങളിലും അവർ ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ട് കേട്ടോ, ഇവിടെ വരുന്നവർക്ക് ആടാൻ വേണ്ടിയൊക്കെ ആയിട്ട്. എല്ലാ വലിയ വലിയ മാവുകൾ, വലിയ മരങ്ങളൊക്കെ ഉണ്ട് സൈഡുകളിൽ, അവിടെയൊക്കെ ഒത്തിരി ഊഞ്ഞാലുകൾ അവർ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ വരുന്നവർക്കൊക്കെ എന്താ പറയുക, നമുക്ക് ഊഞ്ഞാലാടാനും എല്ലാ സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു മണിച്ചിത്രത്താഴിൻ്റെ ഫിലിമിൻ്റെ കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന നമ്മൾ ഇറങ്ങി വന്ന ബിൽഡിങ്ങിലാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങിലാണ് അതായത് നമ്മുടെ മൂന്നാം മുറയുടെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത്, ഷൂട്ടിങ്ങൊക്കെ നടന്ന ഏരിയയാണ്. ലാലു അലക്സൊക്കെ ഇരിക്കുന്ന നിന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ. ഈ ഒരു ബിൽഡിങ്ങും അതിൻ്റെ താഴോട്ടുള്ള കുറച്ച് പോർഷൻസും കാര്യങ്ങളും എല്ലാം മൂന്നാം മുറിയുടെ ഭാഗങ്ങളിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞു എന്ന് പറയാം. ഓൾമോസ്റ്റ് എന്നേ ഞാൻ പറയത്തുള്ളൂ, ഇനിയും വേറെ കാണാനുണ്ടായിരുന്നു. നമ്മൾ വന്നത് ഒന്നനെ ചൂട് കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, നമ്മൾ മെയിൻ എൻട്രൻസിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ആയിട്ട് പോയിട്ടുള്ളൂ, റൈറ്റ് സൈഡിലോട്ട് നമ്മൾ വന്നില്ല. ശരിക്കും ഇതിലേ അല്ല നമ്മൾ ശരിക്കും ഇറങ്ങി വരേണ്ടത്, നമ്മൾ കയറിയതിൽ കൂടെ തന്നെ ഇറങ്ങി വന്നു. അങ്ങനെയല്ല, കയറിയിട്ട് ഇപ്പം നമ്മൾ മൂന്നാം മുറിയുടെ ഷൂട്ടിംഗ് നടന്ന ബിൽഡിംഗ് എന്ന് പറഞ്ഞില്ല, ആ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ നമ്മൾ വേണം ഇറങ്ങി വരാൻ. അപ്പോൾ ഇപ്പുറത്തെ ബിൽഡിങ്ങിലുള്ള കാഴ്ചകൾ ഞങ്ങൾ മിസ് ചെയ്തു പോയിട്ടുണ്ട്. അവിടെയുള്ളത് ശരിക്കും നമ്മൾ ഇത്രയും കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് രാജാക്കന്മാർ ഉപയോഗിച്ച ഇതിലെ നമ്മുടെ കിരീടം, അതുപോലെ കിരീടം എന്ന് പറയുമ്പം ഒത്തിരി വജ്രങ്ങൾ, എമറാൾഡ്, അങ്ങനെ ഒത്തിരിയധികം സ്റ്റോൺസുകളൊക്കെ പതിപ്പിച്ചിരിക്കുന്ന ഒത്തിരിയധികം കോടികളുടെ വിലയുള്ള കിരീടങ്ങളാണ്. അതുപോലെ മോതിരങ്ങൾ, അവരുടെ അംശവടി, അവരുപയോഗിച്ച പാത്രങ്ങൾ, പിന്നെ അവരുടെ കുറേ പണ്ടുകാലത്തെ ചരിത്രം എഴുതിയ കുറേ ഇത് അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ റൈറ്റ് സൈഡിലെ ബിൽഡിങ് ഇപ്പോൾ ഞാൻ നമ്മൾക്ക് മിസ്സായി പോയത് എവിടേക്കാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പണ്ടത്തെ പല്ലക്ക്, അതുപോലെ ആദ്യകാലത്തെ വണ്ടികൾ, അതായത് കാറിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ സ്ട്രക്ചറിൽ ഒരു കാറിൻ്റെ ഇപ്പോഴത്തെ പോലെയൊന്നും അല്ല, അന്നത്തെ രീതിയിലുള്ള കാറ്, പല്ലക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിരിക്കുന്ന ഒരു കാഴ്ചകളും കൂടെ നമ്മൾ ബിൽഡിംഗ് നമ്മൾ പോയില്ലത് മിസ്സായിപ്പോയി. ഒത്തിരി നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു, ഈ ചൂട് കാരണം നമുക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അത് കാരണം നമ്മൾ പെട്ടെന്ന് കണ്ട് ഇറങ്ങുവാണ്. ശരിക്കും ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം പിന്നീട് വണ്ടി വന്ന് കയറിയപ്പോഴാണ് ഓർക്കുന്നത്, നമ്മൾ ആ ഏരിയ കാണാൻ മിസ്സായി പോയല്ലോ എന്നുള്ളത്.
മറ്റേത് നമ്മൾ ഈ 2 മണി വരെ വെയിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, പുറമേയുള്ള കാര്യങ്ങളെല്ലാം കണ്ടു, തിരിച്ച് നമ്മൾ കറങ്ങി ഈ വഴിയിൽ തന്നെ വന്ന് ചാടും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കാലാവസ്ഥയുടെ ബുദ്ധിമുട്ട് കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടിറങ്ങി. പിന്നീട് ഒരിക്കൽ പോകാം, ഞങ്ങൾക്ക് അടുത്ത് തന്നെയാണ് ഹിൽ പാലസ് ഉള്ളത്. അപ്പോൾ അതെല്ലാം കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഫുഡ് കഴിച്ചില്ലായിരുന്നു. പുറത്ത് ഒരു ഹോട്ടലിൽ കയറിയിട്ട് നല്ലൊരു ഫുഡായിരുന്നു. ഞങ്ങൾ ബിരിയാണിയാണ് പ്രാവശ്യം ഓർഡർ ചെയ്തത്. ഞാനും ഇച്ചാനും മീറ്റിൻ്റെ ബിരിയാണിയും, അപ്പോൾ ആണെങ്കിൽ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നല്ലൊരു ബിരിയാണിയായിരുന്നു. പുറത്തുനിന്ന് സാധാരണ ബിരിയാണിയൊക്കെ എനിക്ക് എല്ലാ സ്ഥലത്തും ഒന്നും ഇഷ്ടപ്പെടത്തില്ല, വളരെ റെയറായിട്ടേ എനിക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ സദ്യ എങ്ങാനേ കഴിക്കാറുള്ളൂ, ചോറും കറികളും മാത്രമേ കഴിക്കാറുള്ളൂ. പക്ഷേ ഈ ഹോട്ടലിൽ നിന്നാണെങ്കിൽ ഞാൻ ബിരിയാണി കഴിക്കും, കാരണം ഇവിടുത്തെ ഫുഡ് എല്ലാം നല്ലൊരു ടേസ്റ്റാണ്, ഒരു കുറ്റം പറയാനില്ല. അത് കാരണം ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നല്ലൊരു ഫുഡായിരുന്നു. ലൈം ജ്യൂസ് ആണെങ്കിലും പലയിടത്തും ബിരിയാണി ലൈം ജ്യൂസൊക്കെ നമ്മൾ കഴിക്കുമ്പോഴും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. നമുക്ക് അങ്ങോട്ട് 2-3 ഭാഗം കഴിച്ച് കഴിയുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞ പോലെ തോന്നും. അതുപോലെ ലൈം ജ്യൂസ് പോലെ ആണെങ്കിലും അത് ഭയങ്കര കയ്പ്പൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചില സ്ഥലത്ത് ഹോട്ടലിൽ നിന്ന് ഫുഡ് നമുക്ക് അങ്ങനെ കഴിക്കാൻ തോന്നില്ല. പുറമേ നിന്ന് കാണുമ്പോൾ നല്ല രസമൊക്കെ ആയിരിക്കും, പക്ഷേ ഉള്ളിൽ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ ഇവിടെ ആണെങ്കിൽ നല്ലൊരു ഫുഡാണ്. ലൈം ജ്യൂസും എല്ലാം ഇവരെന്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം നല്ലൊരു, കുറ്റം പറയാനൊന്നുമില്ല. അതുകൊണ്ട് നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഹോട്ടലിൻ്റെ പേര്, കേരള റെസ്റ്റോറൻറ്റ്. ഇത് ഇരുമ്പനത്താണ് കേരള റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ് നല്ലൊരു ഹോട്ടലായിരുന്നു. അപ്പം മിക്കപ്പോഴും ഞങ്ങൾ ഈ വഴിക്ക് ആണ് പോകുന്നതെങ്കിൽ മറ്റ് കടകളിൽ കയറാതെ മിക്കപ്പോഴും ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാറാണ് പതിവ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാട്ടർ മെട്രോ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, കൊച്ചിയിൽ നമ്മുടെ വാട്ടർ മെട്രോ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇത് വാട്ടർ മെട്രോൻ്റെ ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടത്, നമ്മൾ വണ്ടിയിലിരിക്കുന്നതുകൊണ്ട് എനിക്കത് ശരിക്കും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയില്ല. മറ്റൊരു ദിവസം എപ്പോഴെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ വീഡിയോ ഞാൻ എടുത്ത് കാണിച്ചു തരാം. വാട്ടർ മെട്രോയിൽ ഞാൻ ഇതുവരെ കയറിയിട്ടുമില്ല, അറിഞ്ഞിരുന്നു ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഇവിടുന്ന് വൈറ്റിലയിലോട്ടൊക്കെ ഈസി ആയിട്ട് നമുക്ക് പോകാൻ വാട്ടർ മെട്രോ യൂസ് ചെയ്ത് നമുക്ക് പോകാം. ഇപ്പം കാക്കനാടൊക്കെ ഉള്ളവരാണെങ്കിലും അവർ വർക്ക് ചെയ്യുന്നവർ വൈറ്റിലയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ കൂടുതലും വാട്ടർ മെട്രോയാണ് യൂസ് ചെയ്ത് അങ്ങോട്ട് ട്രാൻസ്പോർട്ടിന് അവർ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്നതും ഈ മുഴുവൻ എന്താ പറയുക, ഈ ലോറികളൊക്കെ കാണുന്നില്ല, ഇതെല്ലാം കൊച്ചിൻ റിഫൈനറിയിലോട്ടുള്ള വണ്ടികളാണ്. പെട്രോളിയവും ഉൽപ്പന്നങ്ങളും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള വണ്ടികളാണ് അവിടെ എല്ലാം കിടക്കുന്നത്. പോകുന്ന വഴിക്ക് അവനാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ല, എവിടെയാണെന്ന് കണ്ടിട്ടില്ല, അവിടെ പോകണമെന്ന് ഞങ്ങൾ നേരത്തെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ഇങ്ങനെ എല്ലാ ദിവസവും തിങ്കൾ തൊട്ട് ശനി വരെ ചെയ്യാൻ ഡ്യൂട്ടി ഉണ്ട്, എനിക്ക് തിങ്കൾ തൊട്ട് വെള്ളി വരെ ഡ്യൂട്ടി ഉണ്ട്. അപ്പം എല്ലാ ദിവസവും ഭയങ്കര ബിസി ആയിരിക്കും, അതുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്നാൽ പിന്നെ തിരിച്ചു വരുമ്പം അതുവഴി വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇൻഫോ പാർക്കിലോട്ട് പോകുവാണ്. അപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ ഉള്ളിൽ ഇന്ന് സൺഡേ ആണ്, കയറാൻ അങ്ങനെ പറ്റത്തില്ല, കാരണം ഈ ചേന ID ടാഗ് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉള്ളിലോട്ട് പെർമിഷൻ കിട്ടത്തില്ല കയറാൻ. ഈവൻ അവിടെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ടാഗില്ലാതെ ഉള്ളിലോട്ട് നമുക്ക് കയറാൻ കഴിയത്തില്ല. പിന്നെ ഇത് സൺഡേ ആണ്, ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ ഡിഫറൻസ് ഉണ്ടാവും, എന്നുവെച്ചാൽ എപ്പോഴും ഉള്ളവരല്ലായിരിക്കും സൺഡേ ഉണ്ടാവാറ്. അപ്പോൾ അത് ആൾ മാറിയിട്ടുണ്ടെങ്കിലും ഒട്ടും പരിചയമില്ലെങ്കിൽ ഒട്ടും ഉള്ളിലോട്ട് കയറ്റത്തില്ല. അപ്പോൾ പിന്നെ വേറൊരു ദിവസം ഇൻഫോ പാർക്കിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കാണിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ജസ്റ്റ് പുറമേ നിന്ന് എന്താണെന്നുള്ളത് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇൻഫോ പാർക്കിലോട്ട് പോവുകയാണ്. അതുവഴി നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ ഒത്തിരി നാൾ കൂടിയാണ് കേട്ടോ ഇൻഫോ പാർക്കിൽ ഈ ഒരു വഴിയിൽ പോകുന്നത്. വേറെ വഴി നമുക്ക് ഇൻഫോ പാർക്കിലോട്ട് കയറാൻ വഴിയുണ്ട്, പക്ഷേ ഈ വഴിക്ക് പോകുമ്പം ഒത്തിരി നാൾ കൂടിയാണ് ഞാൻ ഈ വഴികൾ കാണുന്നത്. ബിക്കോസ് ഞാൻ ഇൻഫോ പാർക്കിൽ ഒരു 2-3 വർഷം മുന്നേ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇരുന്ന സമയത്ത് ഡെയിലി പൊയ്ക്കൊണ്ടിരുന്ന വഴിയാണിത്. അന്നൊന്നും ഇത്രയും മാറ്റങ്ങളില്ല കേട്ടോ, ഡെയിലി ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. പുതിയ ഹോട്ടലുകൾ വന്നു, പുതിയ ബിൽഡിങ്ങുകൾ, കമ്പനികൾ സ്റ്റാർട്ട് ചെയ്തു. റോഡുകളിൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ 2 സൈഡിലും കാണാൻ പറ്റും. അപ്പോൾ ഞാനും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വന്നതെന്നൊക്കെ. അപ്പോൾ ഒത്തിരി അധികം മാറ്റം വന്നു. ഞാനിവിടെ വരുന്ന സമയത്ത്
ഇൻഫോ പാർക്ക് നല്ല സ്ട്രക്ചറായിട്ട് ഒത്തിരി കമ്പനികളെല്ലാം ഉണ്ട്. പക്ഷേ അങ്ങോട്ടുള്ള വഴി എന്ന് പറയുമ്പോഴത്തേനും ഒരു എന്താ പറയുക, അത്രയും പുരോഗമിച്ച രീതിയിലുള്ളൊരു വഴികളൊന്നും അല്ലായിരുന്നു. രണ്ട് സൈഡുകളിലുണ്ട്. ഈവൻ ഹോട്ടലുകൾ തന്നെ ഭയങ്കര എന്താ പറയുക, അത്രയും നല്ല ഹോട്ടലുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ബേക്കറികളാണെങ്കിലും അങ്ങനെ ഒരു സൗകര്യങ്ങളൊന്നും അധികമൊന്നുമില്ല. ഇപ്പോൾ ആയപ്പോഴത്തേനും ഒത്തിരി ഹോട്ടലുകൾ, ഒത്തിരി ബിൽഡിങ്ങുകൾ കാര്യങ്ങളെല്ലാം വന്നു. ഇപ്പോൾ ഇൻഫോ പാർക്കിന് നിയർ ബൈ ഏരിയകളിൽ ഇഷ്ടം പോലെ ഫ്ലാറ്റുകൾ വന്നിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വിജനമായി കിടന്ന പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഒത്തിരിയധികം ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകളും ഒക്കെ വന്നു. അപ്പോൾ ഞാനും ഇങ്ങനെ കാഴ്ചകളെല്ലാം എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നതൊക്കെ ഉള്ളത് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയും അത് ഇപ്പം നമ്മൾ ഇൻഫോ പാർക്കിൻ്റെ എൻട്രൻസിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മെയിൻ എൻട്രൻസിലോട്ട് കയറുന്നത് ഫേസ് 1 ആണ് ഇപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫേസ് 1, ഫേസ് 2 എന്ന് പറഞ്ഞ് രണ്ടെണ്ണമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നിപ്പോൾ ഫേസ് 3യും കൂടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു വേറൊരു ഏരിയയിൽ. അതെനിക്ക് എക്സാക്ട്ലി അറിയത്തില്ല ഫേസ് 3 ആണോ എന്നുള്ളത്. വേറൊരു സ്ഥലത്ത് വർക്ക് നടക്കുന്നുണ്ട്. അപ്പം ഇത് ഇൻഫോ പാർക്ക് ഫേസ് 1 ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കാണുന്ന ബിൽഡിങ്ങിൽ അതാണ് ലുലു സൈബർ ടവർ എന്ന് പറഞ്ഞത്. ലുലുവിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ അക്കൗണ്ടിങ് റിലേറ്റഡുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ ഒരു സെക്ഷൻ, ഈ ഒരു ബിൽഡിങ്ങിൽ വെച്ചിട്ടാണ്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ സ്മാർട്ട് സിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം സ്മാർട്ട് സിറ്റിയാണ്. റൈറ്റ് സൈഡിൽ ഫേസ് 1ൻ്റെ എൻട്രൻസ് ആയിരുന്നു. അത് നമ്മൾ പെട്ടെന്ന് പോകുന്നതുകൊണ്ട് എനിക്കെല്ലാം അങ്ങനെ ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റില്ല. എങ്കിലും ഏകദേശം ഇൻഫോ പാർക്ക് ഇതുവരെ കാണാത്തോ അല്ലെങ്കിൽ വരാത്തവർക്കാണെങ്കിൽ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുമല്ലോ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലത്തായിട്ട് IBM, TCS, വേൾഡ് ട്രേഡ് സെൻറ്റർ അങ്ങനെ കുറേ കമ്പനികളുടെ ബിൽഡിങ്ങാണ് ഇപ്പം നിങ്ങൾ കാണുന്ന ബിൽഡിങ്ങുകളിലെല്ലാം ഉള്ളത്. നമ്മൾ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന കിൻഫ്രയാണ്. ഇവിടെയാണ് മെയിനായിട്ടുള്ള ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് സർവീസ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ ഒരു സെക്ഷനിൽ വെച്ചിട്ടാണ്. ഇനി നമ്മൾ കടക്കാൻ പോകുന്ന ചെറിയൊരു പാലമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ബിൽഡിംഗ്, ഇൻഫോ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു 9 ഫ്ലോറുള്ള ഒരു ബിൽഡിങ് കാണും. അവിടെയാണ് ഈ ചേട്ടൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഇപ്പം സൂം ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ കഴിയും. അവിടെയാണ് ഈ ചേട്ടൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ അങ്ങോട്ട് ഇന്ന് കയറാനുള്ള പെർമിഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു എന്താ പറയുക ഔട്ടിങ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.